കോതറാണിയെക്കുറിച്ച് നമുക്ക് സാധാരണഗതിയിൽ സമൂഹത്തിൽ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇതാണ്. കോക്കോതമംഗലം കേന്ദ്രീകരിച്ച് കോതറാണി ഭരിച്ചിരുന്നു. കോതറാണിക്കൊരു മകളാണുള്ളത്. അത് സുന്ദരിയായ ഒരു മകളുണ്ട്. അവരുടെ പേര് ആതിര എന്നാണ്. കോതറാണിയുടെ രാജകുടുംബവുമായി വളരെ അകന്ന ബന്ധമുണ്ട അയ്യൻ കോത എന്ന് പറയുന്ന ഒരു രാജാവാണ് നമ്മുടെ പുലയനാർ കോട്ട ഭരിച്ചിരുന്നത്. അങ്ങനെ ഒരു ബന്ധം അതിനകത്ത് പറയുന്നുണ്ട്. ഈ ബന്ധം കൂടാതെ കോതറാണിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കഥ ഇങ്ങനെയാണ്. കോതറാണിക്കൊരു മകളാണുള്ളത്. അത് സുന്ദരിയായ ഒരു മകളുണ്ട്. അവരുടെ പേര് ആതിര എന്നാണ്. ഈ കോതറാണിയുടെ അവർ ആരാധിച്ചിരുന്ന ദേവനാണ് നമ്മുടെ കോക്കോതമംഗലത്തുള്ള ധർമ്മശാസ്താവ്. അവർ രാവിലെയും വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൽ പോയിരുന്നു എന്നും ആരാധന നടത്തിയിരുന്നു എന്നും ആണ് കഥ. അപ്പോൾ അക്കൂട്ടത്തിൽ ആറ്റിങ്ങലിൽ നിന്ന് ഒരു വേളാർ സമൂഹത്തിൽപ്പെട്ട ഒരാൾ മൺകലം വിൽക്കുന്നതിന് വേണ്ടി കോക്കോതമംഗലത്ത് വന്നു. അവരെല്ലാ വീടുകളിലും പോകുന്ന കൂട്ടത്തിൽ കോതറാണിയുടെ കൊട്ടാരത്തിൻ്റെ പടിയിലെത്തി. കോതറാണിയുടെ മകൾ ആതിര മാത്രമാണ് അവിടെ ആ സമയത്തുണ്ടായിരുന്നത്. ആതിര റാണി നല്ല കലങ്ങളൊക്കെ ശേഖരിച്ചു, വാങ്ങി അതിന് പകരം അന്ന് ഈ ബാർട്ടർ സിസ്റ്റമായിരുന്നു. നാണയം ജനകീയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഏകകം എന്ന് പറയും നെല്ലായിരുന്നു. അങ്ങനെ ഇതിന് നെല്ല് അളന്നു കൊടുക്കുകയുണ്ടായി. ഈ നെല്ലുമായി ഈ കല കച്ചവടക്കാരൻ നേരെ ആറ്റിങ്ങലേക്ക് പോയി. ആറ്റിങ്ങലാണ് അയാളുടെ സ്വന്തം സ്ഥലം. അയാൾ ആറ്റിങ്ങലേക്ക് പോയി. ആറ്റിങ്ങൽ കൊണ്ടുവന്ന് ഈ കിട്ടിയ നെല്ല് ഒരു വലിയ ചുക്കുവായിൽ ഇങ്ങനെ നിരത്തുമ്പോൾ ഏകദേശം 5 അടിയോളം നീളമുള്ള ഒരു നല്ല കറുത്ത തലമുടി കാണാനിടയായി. അപ്പൊ ഈ നെല്ല് ചുക്കിക്കൊണ്ടുവരുന്നത് ഈ കല കച്ചവടക്കാരൻ്റെ ഭാര്യയാണ്. അവർക്ക് വളരെ അതിശയമായി. ഇത്രയും നീളമുള്ള തലമുടിയോ? ഇവർ നേരെ ഈ തലമുടി എടുത്ത് പരിശോധിച്ചതിന് ശേഷം അടുത്തുള്ള അയൽവക്കക്കാരെ അവരോട് വിളിച്ചു കാണിച്ചു. അവരത് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഇതൊരു വലിയ സംഭവമായി അങ്ങ് മാറി. ഇത് അങ്ങനെ ആറ്റിങ്ങൽ രാജകൊട്ടാരത്തിൽ ഈ കഥ എത്തുന്നു. അപ്പോൾ ആറ്റിങ്ങലിലെ രാജകുമാരന് ഇത് കാണണമെന്നൊരു മോഹം. അദ്ദേഹം നേരെ ഈ കച്ചവടക്കാരനെ വിളിച്ചു. ആ തലമുടി കാണണമെന്ന് പറഞ്ഞു. ഇവർ നേരെ തലമുടി കൊണ്ടുവന്ന് കണ്ടു. അദ്ദേഹം അതിശയപ്പെട്ടു പോയി. അദ്ദേഹത്തിനോളം നീളമുള്ള ഒരു തലമുടി. അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ ഒരു പ്രേമം മുളപൊട്ടി. ഈ പെൺകുട്ടിയെ കാണണമെന്നും കല്യാണം കഴിക്കണമെന്നും. നേരെ അവിടുന്ന് ഓലയുമായി ദൂത് ആള് പോയി. ഇവിടെ വന്നു, കോതറാണിയുടെ കൊട്ടാരത്തിൽ വന്നു. കല്യാണത്തിനെക്കുറിച്ച് ആണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ഈ ഓല കണ്ടിട്ട് ഇവർക്ക് ദേഷ്യം വന്നു. കാരണം ഈ ആറ്റിങ്ങൽ രാജാക്കന്മാർ ദത്ത് വന്നവരാണ്. അങ്ങനെ ദത്ത് വന്ന രാജകുമാരന് ഇത്രയും പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് തിരിച്ചു മറുപടി പറഞ്ഞു വിടുകയും ചെയ്തു. ഈ മറുപടി രാജകുമാരനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം പടയുമായി വന്നു. അങ്ങനെ ഒരു പടയോട്ടം തന്നെ നടത്തി. അതിരൂക്ഷമായൊരു യുദ്ധം നടന്നു. ആൺവേഷം ധരിച്ച് നമ്മുടെ കോതറാണി യുദ്ധം ചെയ്തു എന്നും കോതറാണി ആ യുദ്ധകളത്തിൽ വെച്ച് മരിച്ചു എന്നും ആ ദുഃഖത്തിൽ ആതിര റാണി, അതായത് കോതറാണിയുടെ മകൾ, കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നുമാണ് കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതാണൊരു കഥ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ചെറിയ സാങ്കേതികമായി ചില പ്രശ്നങ്ങളുള്ളത്. ആറ്റിങ്ങൽ രാജകുടുംബത്തിൽ പിറക്കുന്ന ആൺകുട്ടികളാണ്. ആറ്റിങ്ങൽ തമ്പുരാൻ എന്ന് പറയുന്നത് ആണല്ല, പെണ്ണാണ്. ആറ്റിങ്ങൽ മൂത്ത തമ്പുരാൻ എന്നും ആറ്റിങ്ങൽ ഇളയ തമ്പുരാൻ എന്നും പറയുന്ന സ്ഥാനപ്പേരുകളാണ്. അത് സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. 1. 2, ആറ്റിങ്ങൽ രാജകുമാരന്മാർ സാധാരണഗതിയിൽ 12 വയസ്സ് വരെ മാത്രമേ ആറ്റിങ്ങൽ രാജകുടുംബത്തിൽ അമ്മ വീട്ടിൽ വളരാറുള്ളൂ. അത് കഴിഞ്ഞാൽ മൂത്തയാളാണെങ്കിൽ നേരെ ഇരണിയലിലേക്കും ഇളയാളാണെങ്കിൽ നേരെ നെയ്യാറ്റിൻകരയ്ക്കുമാണ് പോകുന്നത്. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകര രാജകുമാരൻ എന്നാണ് അറിയപ്പെട്ടത്. മൂത്തയാള് അത് മാത്രവുമല്ല, ഈ രാജകുമാരന്മാർക്ക് 2 തരം പേരുകളേ ഉള്ളൂ. മൂത്തയാള് രാമവർമ്മ, ഇളയാള് മാർത്താണ്ഡവർമ്മ.
അപ്പോൾ രാമവർമ്മ താമസിക്കുന്ന എരണിയല്ലാണ്, മാർത്താണ്ഡവർമ്മ താമസിക്കുന്നത് നമ്മുടെ നെയ്യാറ്റിൻകരയുമാണ്. അപ്പോൾ അതുകൊണ്ട് 12 വയസ്സിൽ പ്രേമം ആരംഭിച്ചു എന്നുള്ളൊരു ചോദ്യം അവിടെ ഉദിക്കുന്നു. പിന്നെ വരുന്നൊരു സംഭവം വേളാർ സമൂഹത്തിനെ സംബന്ധിച്ചാണ്. ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വേളാർ സമൂഹമുള്ളത് നെടുമങ്ങാട് താലൂക്കിലാണ്, ആറ്റുകലല്ല. അവരുടെ നല്ല ശക്തമായൊരു സെറ്റിൽമെൻ്റ് ഉള്ള പ്രദേശമാണ് നെടുമങ്ങാട് താലൂക്ക് മൊത്തത്തിൽ. ഒന്ന്. രണ്ട്, പിന്നെ നമ്മൾ ഏതാണ്ട് 1700-800കളിൽ 800 അവസാനം ഒക്കെ കേരളത്തിലെ ഏറ്റവും നല്ല കലം നിർമ്മാതാക്കൾ നെടുമങ്ങാട്ടുകാരായി. അതിന് കാരണം ഈ മണ്ണ് കൊണ്ട് കലമുണ്ടാക്കുകയും ഈ കലത്തിന് പുറത്ത് നമ്മുടെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന ഈയമെന്നൊക്കെ പ്രാദേശികമായി പറയുന്ന ഗ്രാഫൈറ്റ് ഇടിച്ചു പൊടിച്ച് അത് പൂച്ചിയെടുത്ത് ഏതാണ്ട് വെള്ളിക്കലങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നെടുമങ്ങാട്ടുകാർക്കുണ്ടായി. നെടുമങ്ങാട്ട് മാത്രം കിട്ടുന്നൊരു വിഭവമാണ് ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതിന് വലിയ ഡിമാൻഡായിരുന്നു. അപ്പം ഇതിങ്ങനെ അവസാനം അത് രാജാവ് ഒരു ഉത്തരവിലൂടെ നിരോധിച്ചു. ഈ ഭൂമിയിൽ കിടക്കുന്ന ഈയമൊക്കെ വാരിക്കൊണ്ട് പോകുന്നവരെ പിടിച്ച് ശിക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഉത്തരവുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ വേളാർ സമൂഹം ജീവിക്കുന്ന, ഏറ്റവും കൂടുതൽ കലം നിർമ്മാതാക്കൾ ജീവിക്കുന്ന, അതിന് അനുകൂലമായി 2 നദികളിൽ നിന്ന് നമുക്ക് ഇവിടെ മണ്ണെടുക്കാൻ പറ്റും. ഒന്ന് കിള്ളിയാറ്റിൽ നിന്നാണ്, മറ്റത് കരമനയാറ്റിൽ നിന്നാണ്. ഈ 2 ആറ്റിൽ നിന്നും നമുക്ക് കലം നിർമ്മാണത്തിന് അനുസൃതമായി മണ്ണെടുക്കാൻ കഴിയുമായിരുന്നൊരു കാലഘട്ടത്തിൽ ആറ്റിങ്ങിൽ നിന്നൊരു കലക്കച്ചവടക്കാരൻ ഇവിടെ വരേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ ഈ കഥയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വിചാരിച്ച് ഇത് പൂർണ്ണമായും നമുക്കങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കോക്കോതമംഗലം എന്ന് പറയുന്നൊരു സ്ഥലം നിലവിലുണ്ട്. അത് ഏത് കോതയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. കോതറാണി ഭരിച്ചിരുന്ന നാട് കോക്കോതമംഗലം എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം വരുന്നത്. കോതയുമായി ചേർന്ന ഒരുപാട് നിരവധി സ്ഥലങ്ങളുണ്ട്. കോതനെല്ലൂരുണ്ട്, കോതപുരമുണ്ട്, കോതപ്പേട്ടയുണ്ട്, കോതമംഗലമുണ്ട്. അങ്ങനെ കോതയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ. ഇനി നിരവധി കോതകൾ നമ്മുടെ കേരള ചരിത്രത്തിൽ കാണാം. 2ാം ചേര സാമ്രാജ്യത്തിലെ പ്രമുഖനായ ഒരു രാജാവിൻ്റെ പേര് ഇന്ദുകോത എന്നാണ്. അപ്പോൾ അങ്ങനെ കോതമാർ നിരവധി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കോക്കോതമംഗലവുമായി ബന്ധപ്പെട്ടൊരു കോതറാണിയുടെ കഥയാണ് വരുന്നത്. അവിടെ ഒരു ഭരണകൂടം നിലവിലിരുന്നു എന്നുള്ളതിന് ചില സാക്ഷ്യങ്ങൾ നിലവിലുണ്ട്. കാര്യം അതൊരു കുന്നാണ്. ഈ കോക്കോതമംഗലം എന്ന് പറയുന്നതും കൊറ്റാമല എന്ന് പറയുന്നത് 2ഉം 2ആയിട്ട് നമ്മൾ കാണും. കൊറ്റാമല എന്ന് പറയുന്ന കുന്നിൻ്റെ 4 ചുറ്റും കിടക്കുന്ന നിലങ്ങളാണ്, നിലങ്ങളും കുളങ്ങളുമൊക്കെ. ഈ കുന്നിൻ്റെ മുകളിൽ കൊറ്റാമല, കൊറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭരണമെന്ന്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ഭരണകൂടം നിലനിന്നിരിക്കണം. അവിടെ ഒരു കിണറിൻ്റെ അവശേഷിപ്പുകൾ കണ്ടിട്ടുണ്ട്, ചില വലിയ പണി ചെയ്ത പാറക്കഷ്ണങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ അവിടെ ഒരു നിർമ്മിതി ഉണ്ടായിരുന്നു എന്നത് തകർന്നു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് കോതറാണി ആയിരുന്നു എന്ന് പറയാൻ തക്കവണ്ണമുള്ള രേഖാസ്പദമായ തെളിവുകൾ നമ്മുടെ കൈവശം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു ചെറിയൊരു സംശയം വരുന്നത്, ഈ കോതറാണിയുടെ കാലം പറയുന്നത് ഉമയം റാണിയുടെ കാലവുമായി ബന്ധപ്പെടുത്തിയാണ്. അതായത് 17ാം നൂറ്റാണ്ട്, 17ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം. ഈ 17ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യവും ബ്രാഹ്മണ്യ ഭരണവും കൊടികുത്തി വാഴുന്നൊരു കാലം. നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് നായർക്ക് പോലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രവേശനമില്ലാത്ത അവസ്ഥ ഉണ്ടോ എന്ന് മതിലകൻ രേഖകളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ അത്ര കണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥ കൊടികുത്തിയിരുന്ന കാലത്ത്, വാണിരുന്നൊരു കാലത്ത്, ഒരു പുലയ സമുദായത്തിൽപ്പെട്ട കോതറാണിയെ റാണിയായി അംഗീകരിക്കാനത്തെ സമൂഹം തയ്യാറാകുമോ അല്ലെങ്കിൽ അനുവദിക്കുമോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നതാണ്. എന്നാൽ അതിനകത്ത് എനിക്കൊരു ചെറിയൊരു സംശയമുള്ളത്, അവിടെ ഒരു ഭരണം നിലനിന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടത്തേക്ക് 788-നും 815-നും തമിഴ്നാട് ഭരിച്ചിരുന്ന മാറൻചടയൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി 3 തവണ പഴയ തിരുവിതാംകോട് രാജ്യം ആക്രമിച്ചിട്ടുണ്ട്. അതിലൊന്ന് മരുതൂർ വഴി എന്നാണ്, മരുതൂർ യുദ്ധം എന്ന് പറയും. അംബാസമുദ്രം, മരുതാമല, അതായത് വിതുര, അതുവഴി ഒരു ആക്രമണം നടന്നിരിക്കാൻ, സ്ഥലനാമങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു നിഗമനമാണ് നടന്നിരിക്കാൻ സാധ്യത. തിരുവിതാംകൂറിൽ പട്ടാളക്കാരെ എടുക്കുന്ന നായന്മാരെ മാത്രമാണ്. അതുപോലെ പാണ്ഡ്യന്മാർ പട്ടാളക്കാരെ എടുത്തിരുന്ന മറവന്മാരെ.
മറവരെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ യൈനർ എന്നാണ്. ഈ യൈനർ പിൽക്കാലത്തെ രേഖകളിൽ അയ്യനവർ ആയി മാറി. ഈ അയ്യനവർ സമൂഹമാണ് ഈ യുദ്ധം നിയന്ത്രിച്ചിരുന്നതും യുദ്ധ പടയാളികളായിരുന്നത്. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാണ്ഡ്യന്മാരുടെ രീതി അനുസരിച്ച് ആരാണോ യുദ്ധം നയിക്കുന്നത് അയാളെ ഗവർണറാക്കി ആ നാട് ഭരിക്കാനുള്ള അവകാശം അവർക്ക് വിട്ടുകൊടുത്തിരുന്നു. ഒരു പക്ഷേ 788-നും 815-നും ഇടയ്ക്ക് മാറൻചടയൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ നടന്ന ഏതോ ഒരു ആക്രമണത്തിൽ ഈ യൈനർ എന്ന് പറയുന്ന അയ്യനവ സമൂഹത്തിന്റെ നേതൃതലത്തിലുള്ള ഒരാൾ ഇവിടെ ആക്രമിച്ചു കീഴടക്കി ഇവിടെ ഒരു ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തിരിക്കാം. ഇത് ഞാൻ പറയുന്നതിന് കാരണം ഈ അയ്യനവ സമൂഹം, അയ്യനവ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് കേരളത്തിൽ. അവർ നെടുമങ്ങാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര ഈ 3 താലൂക്കുകൾ മാത്രമേ അയ്യനവരുള്ളൂ. കേരളത്തിൽ വേറെ എങ്ങും തന്നെ അയ്യനവരില്ല. അയ്യനവ മഹാസഭയുടെ ഓഫീസ് പെരുമ്പഴുതൂരാണ്. അവർക്കൊരു ലൈബ്രറിയൊക്കെ ഉണ്ട്. ഇവരെ പട്ടികജാതിക്കാരായിട്ടാണ് കാണുന്നത്. നല്ല കറുത്തവരാണ്, ആചാനുബാഹുക്കളാണ്, എന്ത് കാര്യവും ധൈര്യമായി നേരിടാനുള്ള ശേഷിയും ക്ഷേമുഷിയൊക്കെ ഉള്ളവരാണ്. എനിക്ക് നിരവധി ആളുകളെ അറിയാം. ഈ അയ്യനവരെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിൽ കുടിയേറിയവരാകാം അവർ. പക്ഷെ ഇവർക്ക് പറ്റിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ എണ്ണം കുറഞ്ഞ സമൂഹത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിവാഹത്തിന് കൃത്യമായി കിട്ടാത്തൊരവസ്ഥ പല സമൂഹങ്ങളും നേരിടുന്നു. അക്കൂട്ടത്തിൽ ഇവരെ സംബന്ധിച്ചുള്ള ഇവരുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇവിടുത്തെ പുലയ സമുദായത്തിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കുകയും കല്യാണം കെട്ടിക്കൊണ്ടുവരികയും ചെയ്തതായി എനിക്കറിയാം. വെള്ളനാട്ടൊരു അയ്യനവ സമൂഹം ഉണ്ടായിരുന്നവർ പുലയ സമൂഹത്തിൽ ലയിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ അങ്ങനെ ആവാം ഈ പുലയറാണി കഥ രൂപപ്പെട്ടത്. ഏതായാലും ഒരു പട്ടികജാതി സമൂഹത്തിൻ്റെ ഭരണകൂടം അവിടെ നിലനിന്നു എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇത് അയ്യനവരുടെ സമൂഹത്തിൽപ്പെട്ട ആളുകളാണോ അതോ ഈ കോതറാണി എന്ന് പറയുന്ന ഒരു റാണി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നത്. സംശയാസ്പദമായ രീതിയിൽ നമുക്കത് നിർത്താനേ സത്യസന്ധമായി പറഞ്ഞാൽ കഴിയും. പിന്നെ ഇതില്ലെങ്കിൽ നമുക്കത് പറയാമെങ്കിലും ആരെങ്കിലും ഒരു രേഖ എവിടെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആകെപ്പാടെ ഒരേ ഒരു രേഖയാണുള്ളത്. 1905 രാമൻ തമ്പി റിപ്പോർട്ടിലാണുള്ളത്. രാമൻ തമ്പി റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഇവിടുത്തെ ഭൂവ്യവസ്ഥകളും ഭൂനിയമങ്ങളും ഒക്കെ തിരുത്തി എഴുതുന്നതിന് വേണ്ടി രാജസ്ഥാനം നിയമിച്ച ഒരു ദിവാൻ പേഷ്കാരായിരുന്നു രാമൻ തമ്പി. ഈ രാമൻ തമ്പി റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. അത് അദ്ദേഹം ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ അറിയുന്നു, ഇങ്ങനെ കേൾക്കുന്നു എന്നാണ്. അദ്ദേഹം രേഖ വയ്ക്കുന്നില്ല. അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി ഇങ്ങനെ നമ്മുടെ കോതറാണിയെക്കുറിച്ച് ഒരു പരാമർശം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ അയ്യനവ സമൂഹം ഉഴമലയ്ക്കൽ ഭാഗത്ത് അയ്യനവരുണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ കാക്കമുകൾ എന്ന് പറയുന്ന കാട്ടാക്കട, അവിടെ അയ്യനവരുടെ എപ്പോഴും ഒരു നല്ലൊരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ഈ പെരുമ്പഴുതൂർ എന്ന് പറയുന്ന സ്ഥലത്തും അയ്യനവർ ഉണ്ട്. പക്ഷേ ഇവർ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹബന്ധം പുലയ സമൂഹവുമായിട്ടാണ് നടത്തുന്നത്. ഏതാണ്ട് സമാനമായൊരു സമൂഹമാണ്. ആ സമാനതയാവാം ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കൂടുതൽ അന്വേഷണം ആവശ്യമുള്ള ഒരു വിഷയമാണ്. Subscribe for more content.